നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. പാലക്കാട് മറ്റന്നാൾ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. തിരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തി പാലക്കാട്ട് പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പാലക്കാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സന്ദീപ് വാര്യരും രമേശ് പിഷാരടിയും അണിനിരന്നു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനു വേണ്ടി MB രാജേഷും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി ശോഭാ സുരേന്ദ്രനും കളത്തിലിറങ്ങി. ശനിയാഴ്ചയാണ് പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ. വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിമും തനേഷ് തമ്പിയും വിപിൻ C വിജയനും ചേരും. ആദ്യം തനേഷ് തമ്പിയിലേക്കാണ്. തനേഷ്, അങ്ങനെ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ തനേഷ്? ഉന്മേഷ, അക്ഷരാർത്ഥത്തിൽ വാനോളം ആവേശം എന്ന് പറയാം. കാരണം സ്ഥാനാർത്ഥികളൊക്കെ ട്രെയിനിൽ കയറി ആകാശത്ത് നിന്ന് അണികളെ അഭിസംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കൈവീശി കാണിച്ച് അവരുടെ ആവേശം ഇരട്ടിയാക്കുന്ന കാഴ്ചകൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. സമാനതകളില്ലാത്ത പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ആവേശത്തിലുള്ള ഒരു കലാശക്കൊട്ട് ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം അത്രയേറെ ആവേശമായിരുന്നു തുടക്കം മുതൽ തന്നെ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച, അതിലൂടെ അണികളാകെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പാലക്കാട് നഗരത്തിന്റെ മുക്കിലും മൂലയിലും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള 3 ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ CPIM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ എല്ലായിടത്തും എത്തുകയും വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളാൽ ഈ അന്തരീക്ഷമാകെ മാറുകയും ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരുപക്ഷേ ഇത് സമാനമായി നടന്ന വയനാട്ടിലെയോ അല്ലെങ്കിൽ ചേലക്കരയിലോ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് പാലക്കാട് നൽകുന്നത്. അതിൻ്റെ ആവേശം ഒട്ടും ചോരാത്ത കലാശക്കൊട്ടിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും റോഡ് ഷോയിലൂടെ ഈ സംഗമ സ്ഥലത്തേക്ക് എത്തി. ഇത് പാലക്കാട് ബസ് സ്റ്റാൻഡാണ്, അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ്. 3 രാഷ്ട്രീയ പാർട്ടികൾക്കും 3 കൈവഴികൾ നൽകിയിരുന്നു. അതിന് നടുവിലുള്ള ഭാഗം ബാരിക്കേഡുകൾ വെച്ച് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പ്രവർത്തകർക്ക് നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പരമാവധി സുരക്ഷ ഉറപ്പാക്കിയാണ് ഇന്നത്തെ ഈ കലാശക്കൊട്ട് നടന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ, നമുക്കറിയാം, 3 സ്ഥാനാർത്ഥികളുടെയും 3 രാഷ്ട്രീയ പാർട്ടികളുടെയും 3 മുന്നണികളുടെയും പ്രവർത്തകരാകെ തന്നെ ഇവിടെ തിങ്ങി നിറയുകയും ശബ്ദമുഖരിതമായിരുന്നു അന്തരീക്ഷം. അതുപോലെ തന്നെ വെളിച്ച വിന്യാസം, അതുപോലെ തന്നെ നിരവധി ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് LDF-ന്റെ ഭാഗത്താണ്. LDF-ന്റെ ഭാഗത്ത് P സരിൻ ഇപ്പോൾ മടങ്ങിപ്പോവുകയാണ്. പ്രവർത്തകരോട് യാത്ര പറഞ്ഞിട്ട് കൃത്യം 6 മണിക്ക് തന്നെ കലാശക്കൊട്ട് അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ P സരിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. P സരിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടെ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ അഭിവാദ്യം ചെയ്തും അവർക്കൊക്കെ കൈ കൊടുത്തും കുശലം പറഞ്ഞും ഫോട്ടോ എടുത്തും ഒക്കെ മടങ്ങുകയാണ് P സരിനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി പരസ്യമായ പ്രതികരണങ്ങൾ അത്തരത്തിൽ ഉണ്ടാകില്ല. എന്തായാലും കഴിഞ്ഞ 1 മാസത്തോളം നീണ്ടുനിന്ന വലിയ പ്രചണ്ഡ പ്രചരണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ കലാശക്കൊട്ട് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ആ ഒരു കലാശക്കൊട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. P സരിനിയുടെ അല്പം മുൻപ് അദ്ദേഹം ഒരു വലിയ ക്രെയിനിന് മുകളിൽ കയറി ആകാശത്ത് നിന്ന് പ്രവർത്തകരെ കൈവീശി കാണിക്കുന്ന, കൊടിവീശി കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പുറത്ത് C കൃഷ്ണകുമാറും സമാനമായ രീതിയിൽ ഒരു ക്രെയിനിന് മുകളിൽ കയറി. അതൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ കലാശക്കൊട്ടുകളെ സംബന്ധിച്ചിടത്തോളം. ഇത്രത്തോളം ആവേശമുള്ള കലാശക്കൊട്ടുകൾ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല, മറ്റൊരു സംസ്ഥാനത്തുമില്ല. അതിൽ തന്നെ ഏറ്റവും വീറും വാശും അങ്ങനെ വലിയ ആവേശം നമ്മൾ കൊട്ടിക്കലാശത്തിൽ കണ്ടു. ഇപ്പോൾ ഡോക്ടർ P സരിൻ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ്. പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുക്കുകയാണ് ഡോക്ടർ P സരിൻ. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഹാഷ്മി, വലിയ ആവേശമാണല്ലോ പാലക്കാട് കണ്ടത്. ഹാഷ്മി, ഒരു തർക്കമല്ല ഉന്മേഷ്, സമാനതകളില്ലാത്ത
ത്തോളം ആവേശമുള്ള ഒരു കുട്ടിക്കലാശം പാലക്കാട് കണ്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ഉറപ്പായും ഇല്ല എന്ന് തന്നെ ആവണം മറുപടി. കാര്യം അത്രത്തോളം വലിയ വീറും വാശിയുമുള്ള അത്രയും ആവേശം നിറഞ്ഞ ഒരു പ്രചരണം ഒരു ഇലക്ഷൻ പാലക്കാട് പക്ഷേ ചരിത്രത്തിൽ ആദ്യമാവണം. അപ്പോൾ ഉറപ്പായും ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ആവേശത്തിന്റെ ആനുപാതികമായി കുട്ടിക്കലാശത്തിന്റെ ഈ പരകോടി ആവേശം കൊട്ടിക്കയറിയതിന് ആനുപാതികമായി പോളിംഗ് ശതമാനം ഉയരണം, 80% ഉയരും എന്ന് തന്നെയാണ് ഇവിടുത്തെ മുന്നണികളുടെ പ്രതീക്ഷ. നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ നേരത്തെ 2 മണി മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറു ജാഥകളായി ചെറു റാലികളായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു. അതിനുശേഷം എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു മഹാസംഗമം, ഒരു ആൾപ്പെരുക്കം, ഒരു മനുഷ്യ മഹാസമുദ്രം നമ്മളിവിടെ കണ്ടു. ഞാൻ നിന്നത് തനേഷ് തമ്പി നിന്ന് നേരത്തെ LDF ക്യാമ്പിന്റെ കൂടെയാണെങ്കിൽ ഞാൻ നിന്നത് UDF ക്യാമ്പിന്റെ കൂടെയായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ രാഹുൽ വരുമ്പോഴേക്കും നൂറുകണക്കിന് പ്രവർത്തനം, ആയിരക്കണക്കിന് പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് വലിയ ആവേശ കടൽ തീർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ അത്രത്തോളം ആവേശം വരാനുള്ള കാരണം ഇവിടെ മുന്നണികൾക്ക് ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ഇവർക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ. ഒരു തരത്തിൽ കൂടിയും തോക്കുക എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരാലോചന ഒരു മുന്നണിക്ക് നടത്താൻ കഴിയില്ല. നേരത്തെ നമ്മൾ NDA ക്യാമ്പിന്റെ കാഴ്ചയും കണ്ടു. 2 മണിയാകുമ്പോഴേക്കും NDA ക്യാമ്പിലും അങ്ങനെ ഈ പറഞ്ഞ ഇത്രയും ദിവസം നീണ്ട പ്രചരണത്തിന്റെ ആവേശം, അതിന്റെ 10 മടങ്ങ് ആ ആവേശം മുഴുവൻ കൾമിനേറ്റ് ചെയ്യുന്ന ഏറ്റവും അവസാന ദിവസം ഒരു മുന്നണിയും ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും മോശമാക്കിയില്ല. എല്ലാവരും അവരവരുടെ അത് പ്രചരണ പരിസമാപ്തി എന്നതിനപ്പുറം എല്ലാവരും അവരവരുടെ ശക്തി പ്രകടനമാക്കി മാറ്റി. എന്തായാലും ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം ഇവിടെ രാഷ്ട്രീയ വാക്പോരുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ നല്ല രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ നല്ല വാക്പോര് നടത്തി തന്നെയാണ് ആ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം വാർത്താ സമ്മേളനങ്ങളും പരസ്യ വാക്പോരുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരലുകളും ആരോപണങ്ങളും ഒക്കെയായി തന്നെയാണ് അവസാന ദിവസവും ആ പരസ്യ പ്രചാരണം പൂർത്തിയായത്. ഇനി നാളെ ഒരു നിശബ്ദ പ്രചരണ ദിവസമാണ്. നമുക്ക് ഇപ്പോൾ ചേലക്കരയെക്കാളും വയനാടിനേക്കാളും കൂടുതൽ ദിവസം ഇവിടെ മുന്നണികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ വോട്ടഭ്യർത്ഥിക്കാൻ കിട്ടി. 5 ദിവസമെങ്കിലും അധികം, 7 ദിവസമെങ്കിലും അധികം വോട്ടഭ്യർത്ഥിക്കാൻ കിട്ടി. എത്ര ദിവസം അധികം കിട്ടിയാലും പരമാവധി ഇപ്പൊ 4-5 തവണ വീട് കയറി ഇറങ്ങുന്ന സ്ക്വാഡ് വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഒരു ദിവസം കൂടി പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാകും സ്ഥാനാർത്ഥികൾ, മുന്നണികൾ. അതിനുശേഷം മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു ഉന്മേഷ്. പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ ആവേശത്തിന്റെ ആനുപാതികമായ പോളിംഗ് ശതമാനം ഉണ്ടാകുമോ എന്നുള്ളത് മറ്റന്നാൾ അറിയാം. ഉന്മേഷ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. വിപിൻ സി വിജയൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, പറയൂ. ഉന്മേഷ്, വീറും വാശിയും ഒരു തരത്തിലും ഒരു കടുകിടയ്ക്ക് പോലും കുറയാതെയുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ആര് മുന്നിൽ എന്നുള്ളത് പറയാൻ സാധിക്കാത്ത വിധം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഒരു പ്രചാരണത്തിൽ നമ്മൾ കണ്ട ആ വീറും വാശിയും എല്ലാം തന്നെ അതിൻ്റെ അവസാനത്തിലേക്കും കാത്തുവയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ കഴിഞ്ഞിരിക്കുന്നു. 3 മുന്നണികളും സമാസമം എന്ന് പറയാവുന്ന രീതിയിലേക്ക് തന്നെ വലിയ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷിക്കാവുന്ന വക ഇപ്രാവശ്യമുണ്ട് എന്നുള്ളതാണ് പാലക്കാട് കാത്തുവെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ പരമാവധി വോട്ടർമാരെ ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്കുകളായിരിക്കും നാളെ പ്രധാനമായി നടക്കുക. എല്ലാ മുന്നണികളുടെയും സംഘടനാപരമായിട്ടുള്ള ഒരു അടിത്തറ, അത് കൃത്യമായി തന്നെ ആ ഒരു മിഷനറി കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് കോൺഗ്രസിൻ്റെതായിക്കൊള്ളട്ടെ, BJPയുടെയും CPMൻ്റെയും ഒക്കെ കൃത്യമായിട്ട് തന്നെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി പോൾ ചെയ്യുകയാണെങ്കിൽ വിജയ സാധ്യത 3 മുന്നണികളും ഒരുപോലെ തള്ളുന്നില്ല. അവർക്കൊക്കെ ആദ്യം മുതൽ നമുക്ക് ഒരു മാസം മുൻപ് കൃത്യമായിട്ട് അറിയാം ഈ 3 മുന്നണികളുടെയും ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അടിയൊഴുക്കുകളുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ചർച്ചകളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പരിഹരിച്ച് അവസാനമാകുമ്പോഴേക്കും എല്ലാം ഒത്തിണങ്ങി ഒരു തൂവൽ പോലെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ പോയതുപോലും BJP അവർ അത് ഗുണമായി എടുക്കുന്നു. കാരണം അവരുടെ വേറിട്ട് നിന്ന വോട്ടുകളെല്ലാം തന്നെ ഒന്നിക്കാൻ അത് ഇടയാക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ NDAയുടെ ഒരു വലിയ റോഡ് ഷോ തന്നെയാണ് നടന്നത്. ഒരു വമ്പൻ റോഡ് ഷോ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. അവർ കൽപ്പാത്തി ഒരു പ്രദേശത്ത് കൂടി ആ ഗ്രാമത്തിലൂടെയൊക്കെ അത് പ്ലാൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും 6 മണിക്ക് ഇവിടെ എത്താൻ സാധിക്കാത്ത അത്ര വലിയ ഒരു ജനക്കൂട്ടം ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് വെട്ടിച്ചുരുക്കിയാണ് ഈ സ്റ്റേഡിയം മൈതാനത്തേക്ക് എത്തുകയും ആ ഒരു കൂറ്റൻ റാലിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സജീവമായി 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയർപ്പിക്കുന്നു. വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ കണ്ണാടി, മാത്തൂര് പോലുള്ള പ്രദേശങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അത് CPMനൊപ്പം കഴിഞ്ഞ തവണ നിന്നത്. പക്ഷേ നഗരസഭ
നഗരസഭ BJPക്കൊപ്പം നിൽക്കുന്നു, പിരായിരി പഞ്ചായത്ത് UDFനൊപ്പം നിൽക്കുന്നു. ഇതാണ് ആ ഒരു രാഷ്ട്രീയ സമവാക്യമുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിലൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയെ അത് സാരമായി തന്നെ ബാധിക്കും. കാരണം ഒരു 3500 വോട്ടുകൾക്ക് അടുത്ത് മാത്രമാണ് ഒരു വിജയം കഴിഞ്ഞ തവണ ഷാഫിക്ക് ഉണ്ടായത്. അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോൾ A ക്ലാസ് മണ്ഡലമായി BJP കരുതുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ, ഇപ്രാവശ്യം BJP ജയിക്കുമോ എന്നുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതിനെ ആക്കം കൂട്ടുന്നതായിരുന്നു ഇന്നത്തെ ഈ കൊട്ടിക്കലാശം. ഒപ്പം തന്നെ P സരിനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. ആ രീതിക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിലേക്ക് ഇവിടെ കടക്കുകയും ചെയ്തത്. ഉന്മേഷ്, പാലക്കാട് കുട്ടിക്കലാശം ആയിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാളാണ് പാലക്കാട് ബൂത്തിലേക്ക് എത്തുന്നു. വലിയ ആവേശമാണ് ഇന്ന് കുട്ടിക്കലാശത്തിൽ പ്രകടമായത്. പാലക്കാട് ആവേശ കാഴ്ചകളിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. അതിന് മുൻപ് ഇപ്പോൾ ഒരു വാർത്ത മൂന്നാറിൽ നിന്ന് വരുന്നുണ്ട്. മൂന്നാർ ടൗണിൽ പകൽ സമയത്ത് കാട്ടുപോത്ത് ഇറങ്ങി എന്ന രാഹുൽ വിജയൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് മൂന്നാർ GH റോഡിലൂടെ ഈ കാട്ടുപോത്ത്, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, കാട്ടുപോത്ത് ടൗണിലേക്ക് എത്തിയത്. വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ ടൗണിൽ നിന്ന് തുരത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുൽ വിജയൻ അറിയിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വീണ്ടും നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. വലിയ ആവേശം പ്രകടമായിരുന്നു കുട്ടിക്കലാശത്തിൽ. ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ ചേരുന്നുണ്ട് UDF ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി. ഹാഷ്മി, എന്താണ് UDF ക്യാമ്പിന്റെ അവസാനവട്ട കണക്കൂട്ടലുകൾ? ഹാഷ്മി. ഉറപ്പായും ഉന്മേഷം, ഇവിടെ ആവേശകരമായ കൊട്ടിക്കലാശം പൂർണ്ണമായി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് UDFന്റെ വിലയിരുത്തൽ. ഇവിടെ ഇനിയിപ്പോ ബാക്കി സമയങ്ങൾ വ്യക്തിപരമായ വോട്ടുകൾ തേടാനുള്ള സ്ഥാനാർത്ഥിയുടെ സമയം മാത്രമല്ല, ഇവിടെ മുന്നണിക്ക് UDFനാവട്ടെ LDFനാവട്ടെ NDAക്കാവട്ടെ ഇലക്ഷന്റെ അവസാനവട്ട സ്ട്രാറ്റജി, അവസാനവട്ടത്തിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അന്തർധാരയെ ചെറുക്കാനുള്ള നീക്കങ്ങളെയൊക്കെയുള്ള ഗൗരവപ്പെട്ട ഒരു ദിവസമാണ് നാളത്തെ ഒരു ദിവസം. എന്തായാലും ഉന്മേഷ്, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ 3 മുന്നണിക്കകത്തും ആശങ്കകളും 3 മുന്നണിക്ക് അകത്തും ആത്മവിശ്വാസങ്ങളും ഉണ്ട്. ആത്മവിശ്വാസങ്ങൾ ജയിക്കും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ മുന്നണിക്കുള്ളുണ്ട്. അതേസമയം തന്നെ LDFനകത്ത് LDFനെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. ഒരുപക്ഷെ UDFനകത്ത് UDFനെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. NDAക്കകത്ത് NDAക്കെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. കാര്യം ഈ പറയുന്ന അതൃപ്തികൾ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നൊരു നേരിയ ആശങ്ക എല്ലാ മുന്നണികളും. ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതിപക്ഷ വി ഡി സതീശനെ കാണുമ്പോൾ വി ഡി സതീശൻ 15,000 ഭൂരിപക്ഷം 15,000 പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു. വിജയിക്കുകയാണെങ്കിൽ അത് കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, പരാജയപ്പെടുകയാണെങ്കിൽ ഉത്തരവാദി ഞാൻ മാത്രമാണ്. 3 തവണ ഞാൻ എന്ന പ്രയോഗം നടത്തുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതിന് കാരണം അത്രത്തോളം കോൺഫിഡൻസ് ആ ക്യാമ്പിനുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കാൻ തന്നെയാണ് അങ്ങനെ നമുക്ക് തന്ന ബൈറ്റിൽ ഇത്തരത്തിൽ ഒരു ഞാൻ മാറ്റുന്നത്. 3 തവണ ഞാൻ എന്ന പ്രയോഗം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. ഇനി LDF ക്യാമ്പിലേക്ക് പോയാൽ സമാനമാണ് അവിടെ കാഴ്ച. നമ്മൾ ഏറ്റവും ഒടുവിൽ അവിടെ LDFന് വേണ്ടി അനുവദിച്ച സ്ഥലത്ത് നിൽക്കുന്ന നേതാക്കളെ പോയി കാണുമ്പോൾ ആ നേതാക്കളൊക്കെ വലിയ ആത്മവിശ്വാസം, ഈ പറയുന്ന രീതിയിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സരിൻ വിജയിക്കുമെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. 3ാം സ്ഥാനത്ത് നിന്ന് സരിൻ ഏറ്റവും ഒടുവിൽ പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ വർക്കിലൂടെ, ഗ്രൗണ്ട് വർക്കിലൂടെ ശക്തമായി തിരിച്ചുപിടിച്ചെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തി. ഇനി NDA ക്യാമ്പിലേക്ക് പോയാൽ അവരുടെ NDAയുടെ റോഡ് ഷോയോ അല്ലെങ്കിൽ ഇവിടെ കാര്യമായ പോഷായിട്ടുള്ള വലിയ പ്രചരണ പരിപാടികൾ നമ്മൾ കാണാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ബഹളമയമായ വലിയ പരിപാടികൾ നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ഗ്രൗണ്ടിലായിരുന്നു വർക്ക്. അവർ ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ BJPയുടെയും RSSന്റെയും ഗ്രൗണ്ടിലുള്ള ഹോംവർക്ക് വളരെ ഗംഭീരമായി നടന്നു എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ കൊട്ടിക്കലാശം വന്നപ്പോഴേക്കും ആ റോഡ് ഷോയുടെ ക്ഷീണമൊക്കെ മാറ്റി നിറയെ ആളുകളെയും നിറയെ സന്നാഹങ്ങളുമായാണ് അവർ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയത്. ഇനി നാളെ ഒരു ദിവസം കണക്കുകൂട്ടലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികളാവട്ടെ അവർക്ക് ഏറ്റവും അടുത്ത് പോയി കാണണം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കുറച്ച് വോട്ടുകൾ മാത്രം ഒരിക്കൽ കൂടി സമാഹരിക്കാനുള്ള ദിവസമായി നാളെ കണക്കാക്കുന്നു. മുന്നണികൾക്ക് പക്ഷേ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ അന്തർധാര ഉണ്ടായേക്കാം, അടിയൊഴുക്കിനെ ഏതൊക്കെ രീതിയിൽ ചേർക്കാം എന്ന ഗൗരവപ്പെട്ട ചിന്തയുടെ അവസാന നിശബ്ദ പ്രചാരണ ദിവസമാണ്. പോളിംഗ് ശതമാനം ഉയർന്നേ മതിയാവും ഉന്മേഷ്. സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് പരമാവധി പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് അവരുടെ പ്രതീക്ഷ. ചേലക്കരയിലൊക്കെ കണ്ടതുപോലെ വയനാട് വേണ്ട ആ പോളിംഗ് ശതമാന കുറവ് മുന്നണികളെ ഏത് രീതിയിൽ മറുപടിയില്ലാത്തവരാക്കി നമ്മൾ കണ്ടതാണ്. പാലക്കാട് അതുണ്ടാവരുത് എന്ന കൃത്യമായ ബോധ്യത്തിൽ എല്ലാ മുന്നണികളും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും പരമാവധി വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് അവസാന വോട്ടറെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഏറ്റവും സജീവമായി നടക്കും. ജനാധിപത്യത്തിന് മഹോത്സവം അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ തികവോടുകൂടി പൂർണ്ണമാവണമെങ്കിൽ
ലൈവില് താങ്ക് യു ലൈവില് അതിന്റെ തികവോടുകൂടി പൂർണ്ണമാകണമെങ്കിൽ ഈ പറയുന്ന പോളിംഗ് ശതമാനം അതിന്റെ പരമാവധിയിലേക്ക് എത്തണം. പോളിംഗ് ശതമാനം അതിന്റെ പരമാവധിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം അത്രത്തോളം വീറുമാശം നിറഞ്ഞ 23-24 ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. ഉന്മേഷ്, പാലക്കാട് വലിയ ആവേശം. UDF ക്യാമ്പിൽ വലിയ വിജയപ്രതീക്ഷ UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. തനേഷ് തമ്പിയും ഒപ്പം വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. തനേഷ് തമ്പിലേക്ക്. തനേഷ്, എന്തൊക്കെയാണ് LDF ഈ കുട്ടിക്കലാശം പൂർത്തിയാകുമ്പോൾ അവരുടെ കണക്കൂട്ടലുകൾ? തനേഷ്. ഉന്മേഷ്, വലിയ പ്രതീക്ഷയില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ LDF ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം അവരെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. LDF പാളയത്തിൽ നിന്ന് തന്നെ വോട്ട് UDFന് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങനത്തെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ P സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ സ്ഥിതി മാറി എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. P സരിനെ സ്ഥാനാർത്ഥിയാക്കി ഇതോടെ പാർട്ടി മിഷനറി ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് CPIM കാണുന്നത്. ഓരോ ബൂത്ത് തലത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നേരിട്ട് ഓരോ ബൂത്തിനും ചുമതല നൽകിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതായത് ജില്ലയിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആകെ പാലക്കാട് മണ്ഡലത്തിൽ വിന്യസിക്കാൻ CPIMന് സാധിച്ചു. അങ്ങനെ ഓരോ ബൂത്തിൻ്റെയും പൾസ് അറിഞ്ഞുകൊണ്ട് അവിടെ സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ആസൂത്രിതമായ ഒരു പ്രവർത്തനമാണ് CPIM നടത്തിയതെന്നുള്ളതാണ് CPIM നേതാക്കൾ അവകാശപ്പെടുന്നത്. അത് ഗുണം ചെയ്യുമെന്നും അതിനോടൊപ്പം തന്നെ സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത മികവുകൾ അത് വോട്ടായി മാറും എന്നും CPIM പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു അട്ടിമറി ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് CPIM ഉള്ളത്. അതിൻ്റെ ആവേശം ഓരോ ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ CPIM ക്യാമ്പിൽ പ്രകടമായിരുന്നു. ഇടത് ക്യാമ്പിന് നേതൃത്വം നൽകിയത് MP രാജേഷ് മന്ത്രി നേരിട്ട് ആയിരുന്നു. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ AK ബാലൻ, രാഷ്ട്രീയമായ നേതൃത്വം നൽകിയത് AK ബാലനാണ്. EN സുരേഷ് ബാബു മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ വളരെ ആസൂത്രിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് CPIM ഇത്തവണ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി 6 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. അതൊക്കെ വലിയ ഉണർവ് ഇടത് അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും CPIM വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളതല്ല, P സരിൻ അട്ടിമറി വിജയം നേടും എന്നുള്ളത് തന്നെയാണ്. ശരി തനേഷ്, അങ്ങനെ അട്ടിമറി വിജയം നേടുമെന്ന് ഉറപ്പിക്കുകയാണ് LDF ക്യാമ്പ് എന്ന് തനേഷ് തമ്പി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ? ഉന്മേഷ്, എപ്പോഴും BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അത് ഇതുവരെയും ഒരു കൈപ്പിടിയിൽ ലഭിച്ചിട്ടുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ ഓരോ തവണയും നഷ്ടപ്പെട്ടു പോകുന്ന പാലക്കാട് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്ന ഏറ്റവും ഉറപ്പിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യയും ഒപ്പം കൗൺസിലറുമായിട്ടുള്ള മിനി കൃഷ്ണകുമാർ ചേരുകയാണ്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം എത്രത്തോളം ഒരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്? റോഡ് ഷോയ്ക്ക് ശേഷം എന്തുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അത്യന്തം ഒരു ഉത്സാഹം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ദേശീയതയുടെ സന്ദേശം നമ്മുടെ പാലക്കാടൻ കാറ്റടിച്ച് പാലക്കാടേക്ക് തന്നെയാണ് വരുന്നതെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ ഉള്ളത്. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണോ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്? ഇപ്പം കണ്ടല്ലോ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന്. പാർട്ടിയിൽ എല്ലാവരും പാർട്ടിയുടെ അധീനതയിലാണ്. പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഓരോ പ്രവർത്തകരും പ്രയത്നിക്കുന്നതും പരിശ്രമിക്കുന്നതും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അതെ, അപ്പോൾ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ചില അസ്വാരസ്യങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റാൻ NDA ക്യാമ്പിന് വിപിൻ സി വിജയനാണ് പാലക്കാട് എന്ന വിവരങ്ങൾ നൽകിയത്. വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അവിടെ NDA ക്യാമ്പും എന്നാണ് വിപിൻ സി വിജയൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വാർത്ത വരുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്കേറ്റിരിക്കുന്നു. കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹരീഷിന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് സമീർ ബിൻ കരീം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലപ്പുറം നിലമ്പൂരിൽ നിന്ന്. പാലക്കാട്ട് വിവാദ വോട്ടുകൾ പോൾ ചെയ്യാൻ അനുവദിക്കും എന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര. പോൾ ചെയ്യുന്ന വിവാദ വോട്ടുകളെല്ലാം AST വിഭാഗത്തിൽപ്പെടുത്തി പ്രത്യേകം മാറ്റിവെക്കും. തുടർ നടപടികൾ വോട്ടെടുപ്പിന് ശേഷം എന്നും ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അറിയിച്ചു. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തലത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും.
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ ന്യായീകരിച്ച് CPIM മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ല എന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും K സുരേന്ദ്രന്റെയും ശബ്ദം ഒരുപോലെയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെ ചോദ്യം ചെയ്ത് BJP രംഗത്തെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. വിമർശിച്ചത് മതത്തെയോ മതനേതാവിനെയോ അല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരിക്കണമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് VD സതീശന്റെ മറുപടി. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയാചാര്യനെന്നായിരുന്നു K സുരേന്ദ്രന്റെ ചോദ്യം. മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? 24 പാലക്കാട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ നിലപാട് കടിപ്പിച്ച് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെ വിമർശനം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമെന്ന് എഡിറ്റോറിയലിൽ ചന്ദ്രികാ ദിനപത്രം കുറ്റപ്പെടുത്തി. ലീഗിന് വർഗീയ അജണ്ടകൾ ഇല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് ലീഗ് മുഖപത്രമായ ചന്ദ്രിക കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പാണക്കാട് തങ്ങളെ പിണറായി അളക്കണ്ട എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനം എന്ന എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി സംഘപരിവാറിന് കൈത്താങ് നൽകുകയാണെന്നും വിമർശിക്കുന്നു. ലീഗിന് വർഗീയ മുഖം നൽകാൻ ശ്രമിക്കുന്നവർ മോശക്കാരാകുമെന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കമ്മ്യൂണൽ ഡിവൈഡും വർഗീയതയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയാൻ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞോലും മോശമാവുള്ളൂ. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് KM ഷാജി. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്, എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടല്ലോ. സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. 24 കോഴിക്കോട്. ഇപ്പോൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇപ്പോൾ ഇംഫാലിൽ എത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ ഇംഫാൽ സന്ദർശനമെന്ന് ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. മുനമ്പം ഭൂമി പ്രശ്ന പരിഹാരത്തിൽ നിർണായക ഇടപെടലുമായി മുസ്ലിം ലീഗ്. ലത്തീൻ ബിഷപ്പുമാരുമായി മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ലീഗിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതി രംഗത്തെത്തി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് മെത്രാൻ സമിതിയുമായി ചർച്ച നടത്തിയത്. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ ഉറപ്പ്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി മുസ്ലിം ലീഗ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. ലീഗിന്റെ ഇടപെടലിനെ ഭൂസംരക്ഷണ സമിതിയും സ്വാഗതം ചെയ്തു. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം സംഘടനകളെല്ലാം പറയുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഇവിടുത്തെ വിഷയത്തിൽ 610 കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് ആ ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. 24 കൊച്ചി. മുനമ്പത്ത് റീസർവേയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. 3ാം ഘട്ട റീസർവേയിൽ മുനമ്പത്തെ ഉൾപ്പെടുത്തും എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. അതേസമയം മുനമ്പത്ത് റീസർവേ നടത്താൻ നീക്കമെന്ന റിപ്പോർട്ട് ചിലരുടെ ഭാവനാപരമായ എഴുത്താണെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ചേരാനിരിക്കെയാണ് റവന്യൂ നിയമമന്ത്രിമാർക്കിടയിൽ റീസർവേ ചൊല്ലി ഭിന്നത. റീസർവേ നടത്തണമെന്നാണ് മുനമ്പം ജനതയുടെ ആവശ്യമെങ്കിൽ സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റീസർവേ നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല. 3ാം ഘട്ട റീസർവേയിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തി ആവശ്യമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോകാൻ കഴിയുന്നതാണ്. അതേസമയം റീസർവേ നടത്താൻ സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് മന്ത്രി പി രാജീവ് തള്ളി. ഞങ്ങളുടെ മുമ്പിലല്ലോ, ഓരോരുത്തർ അവരവരുടെ ഭാവനയും ധാരണയ്ക്കനുസരിച്ച് എഴുതുന്നതായിരിക്കും. മുനമ്പം ഒരു ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തുകാരായ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പരിഹാരത്തിലേക്ക് പോകാനാവൂ എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി പി രാജീവ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികളുടെ നിരാഹാര സമരം 37ാം ദിവസത്തിലേക്ക് കടന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച മുനമ്പത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ വൈദികന്മാർ സമരകേന്ദ്രം സന്ദർശിച്ചു. 24 കൊച്ചി. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മണിപ്പൂരിലേക്ക് 50 കമ്പനി കേന്ദ്ര സേനയെ കൂടി അയക്കും. ഇറങ്ബാമിൽ കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടായി. അസമിൽ നദിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായതെല്ലാം ചെയ്യാൻ അമിത്ഷാ നിർദ്ദേശം നൽകി. മണിപ്പൂരിലേക്ക് 50 കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കും. അധിക സേന ഈ ആഴ്ച മണിപ്പൂരിലെത്തും. അസമിലെ നദിയിൽ നിന്ന് തലയറുത്ത നിലയിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മണിപ്പൂരിൽ നിന്ന് കാണാതായ മുത്തശ്ശിയുടെയും കൊച്ചുമകന്റേതുമാണ് മൃതദേഹങ്ങളെന്നാണ് നിഗമനം. ഇറങ്ബാമിലെ കർഷകരെ ആയുധധാരികൾ ആക്രമിച്ചു. സുരക്ഷാ സേനയെത്തിയാണ് അക്രമികളെ തുരത്തിയത്. കുക്കീസ് ആയുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജിരിബാമിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. 5 ആരാധനാലയങ്ങളും പെട്രോൾ പമ്പും 14 വീടുകളും തീവച്ച് നശിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു യുവാവ് മരിച്ചു. 25 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 17 MLA-മാരുടെ വീടുകൾ ആക്രമിച്ചു. സംഘർഷം ഏറ്റവും രൂക്ഷമായ ജിരിബാം മണ്ഡലത്തിലെ BJPയുടെ 8 ഭാരവാഹികൾ രാജിവെച്ചു. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച NPP ബിരേൻ സിംഗിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കി. മുഖ്യമന്ത്രിയെ മാറ്റിയാൽ വീണ്ടും പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കോൺറാഡ് സാങ്മ അറിയിച്ചു. മണിപ്പൂരിൽ അശാന്തി ഒഴിയുന്നില്ല. ഓരോ മേഖലയിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇംഫാലിലടക്കം കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ സർക്കാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24. 24 വാർത്താ സംഘം മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. മണിപ്പൂരിൽ സംഘർഷം അതീവ രൂക്ഷം. പ്രശ്നബാധിത മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇംഫാൽ ഉൾപ്പെടെ 7 ജില്ലകളിൽ കർഫ്യൂ തുടരുകയാണ്. ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. മണിപ്പൂരിൽ ഇംഫാലിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇനി. മണിപ്പൂരിൽ സംഘർഷം അതിരൂക്ഷമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ ഇംഫാൽ മേഖലയിലാണ്. ഇംഫാലിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള പോലീസ് പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇംഫാലിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആവശ്യഘട്ടത്തിൽ മാത്രം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പുറത്തു നിന്നൊക്കെ ഇവിടെ എത്തുന്ന വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്, സുരക്ഷാ സേന പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാനും മറ്റും അനുമതി നൽകിയിരിക്കുന്നത്. ഇന്നും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ജിരിബാമിൽ നിന്നാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 60 വയസ്സുള്ളൊരു സ്ത്രീയുടെയും ഒപ്പം തന്നെ അവരുടെ ഒരു ചെറുമകന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും വേദനാജനകമെന്ന് പറയട്ടെ, ആ 2 മൃതദേഹങ്ങളും തലയില്ലാത്ത നിലയിലാണ്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗം എന്നാണ് സംശയമുള്ളത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായും പറയുന്നുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധം മറുവശത്ത് ഉയരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ള ഈ ഇംഫാലിലാണ് മുഖ്യമന്ത്രിയുടെ വസതി അടക്കമുള്ളത്. ഇന്ന് അവിടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ബിരേൻ സിംഗ് രാജിവെക്കുക എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം NPP ഈ സർക്കാരിനുള്ള ഒരു പിന്തുണ അത് പിൻവലിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ കടുത്ത പരാജയം എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരും അത്തരം ചില ആവശ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഇംഫാലിലെ ഇരുവശത്തുമായിട്ടുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കമ്പിവേലികൾ കെട്ടി ബാരിക്കേഡുകൾ കൊണ്ടുവന്ന ഇങ്ങനെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കോ കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അവർ നോക്കുന്നത്. ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ പൂർണ്ണമായും കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുക. പോലീസിന്റെയൊക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. Yeah, it's still going on. It's okay right now. पूरा Right now. पूरा व्हीकल का चेक के लिए ये तो बहुत सिक्योरिटी चेकिंग है. Yeah, security is deployed all over the area to control the situation. Everything. We are trying to control the situation. Yeah. So what's the current situation? It's controlled. Yeah, it's just like normal right now. So curfew कितना दिन? Right now, it's still going on. For how long, the administrator will decide. അദ്ദേഹം പറയുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങളായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കർഫ്യൂ ഇപ്പോഴും തുടരുക തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് വാഹനങ്ങളെ ഇങ്ങനെ പ്രത്യേകമായി ഏർപ്പെടുത്തി ഒരു വശത്തു കൂടി ഇങ്ങനെ വിടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആളുകളുടെ വാഹനങ്ങൾ നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ മറുവശത്തേക്ക് മാറ്റിവിട്ട് അവിടെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. എന്താണെങ്കിലും സ്ഥിതിഗതികൾ ഞങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. തമിഴ്നാട് തിരുച്ചെന്തൂരിൽ 2 പാപ്പാന്മാരെ ആന ചവിട്ടിക്കൊന്നു. 1-ാം പാപ്പാൻ ഉദയൻ, 2-ാം പാപ്പാൻ ശിശുപാലൻ എന്നിവരാണ് മരിച്ചത്. ആനയ്ക്ക് ഭക്ഷണം നൽകാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. മുഹമ്മദ് റഗീസ് ചേരുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മുഹമ്മദ് റഗീസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൂത്തുക്കുടിയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കേരളത്തിൽ നടക്കും നിരവധി ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെയാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആനയുടെ പ്രധാന പാപ്പാനാണ് ഉദയൻ. ഒപ്പം തന്നെ ബന്ധുവും ആനയെ പരിപാലിക്കുന്ന ആളുമാണ് ശിവപാലൻ. ഈ ഉദയനും ശിവപാലനും കൂടി ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആനയ്ക്ക് ഭക്ഷണം നൽകാനായി എത്തുകയായിരുന്നു. ഒരു 3:30യോടുകൂടി ഭക്ഷണം നൽകാനായി ഇവർ എത്തിയതും ആന ഇവരുടെ നേർക്കൊരു അക്രമവാസന കാട്ടി. ഒപ്പം ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഇവർ അവിടെ നിന്ന് മടങ്ങിപ്പോയില്ല. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുറച്ചു സമയം ഇവർ അവിടെ നിന്നു എന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നൽകുന്നത്. അങ്ങനെ രണ്ടാമത് ഭക്ഷണം നൽകാൻ വേണ്ടി ഇവർ എത്തുമ്പോഴേക്കും ആന ഇവരെ ഉപദ്രവിച്ചു. 2 പേരെയും ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഇതിൽ ഉദയൻ ശിശുപാലൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഉദയന് അല്പം ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആനയുടെ മുന്നിൽ എത്തി ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സമയമെടുത്തു. അതിനിടയിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇയാൾ മരിച്ചു. ഈ ആനയുടെ പേര് ദേവായിനി എന്നാണ്. ഇതിന് 22 വയസ്സുണ്ട് എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. സമീപകാലത്തൊന്നും ഇത് അക്രമ സ്വഭാവം കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്നുള്ള ഒരു പ്രകോപനം ഉണ്ടായത് എന്നുള്ളതും മനസ്സിലാകുന്നില്ല. എന്തായാലും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തി പരിശോധിക്കുന്നുണ്ട്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 3ാം ദിവസമായി ഇന്നും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 70,000 പേരിൽ ഉച്ചവരെ 40,000 തീർത്ഥാടകരായിരുന്നു ദർശനം നടത്തിയത്. സന്നിധാനത്തെത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളിക പുറത്തുകൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ നട തുറന്ന ആദ്യ മണിക്കൂറിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഉൾപ്പെടെ 70,000 തീർത്ഥാടകരെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഉച്ചവരെ പമ്പയിൽ നിന്ന് 40,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തി. അവധി ദിവസമായി ഇന്നലെ 70,000 ബുക്കിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും 64,915 പേരാണ് ദർശനം നടത്തിയത്. ശരാശരി സ്പോട്ട് ബുക്കിംഗും 5,000-ൽ താഴെയാണ്. നീണ്ട കാത്തിരിപ്പ് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് തീർത്ഥാടകരും. സുഖമായിട്ട് തൊഴാൻ പറ്റി. വളരെ സൗകര്യം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല അറേഞ്ച്മെന്റ്സ്. ശബരിമലയിൽ എത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുട്ടികൾക്കും അംഗപരിമിതി ഉള്ളവർക്കും പ്രത്യേക പരിഗണന ലഭിക്കും. വലിയ നടപ്പന്തലിൽ ഒരു വരി ഇവർക്കായി ഒഴിച്ചിട്ടിട്ടുണ്ട്. 18ാം പടി കയറിയെത്തുമ്പോൾ ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിനും അനുവദിക്കും. മിനിറ്റിൽ ശരാശരി 78 തീർത്ഥാടകരാണ് 18ാം പടി ചവിട്ടുന്നത്. കാനനപാത വഴി ഇതുവരെ 1000-നടുത്ത് ഭക്തർ സന്നിധാനത്തെത്തി. 24 സന്നിധാനം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ കൂടി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴ കാണാം. പ്രജിൻസി കണ്ണനെത്തും.